വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് പ്രദേശത്ത് കള്ളന്മാർ വിലസുന്നു. പകൽ സമയങ്ങളിൽ പോലും കളവ് നടത്തി കള്ളന്മാർ സ്ഥലം വിടുന്ന നിരവധി സംഭവങ്ങൾ പ്രദേശത്ത് തുടരുകയാണ്. ചെമ്മാണിയോട്, മേലാറ്റൂർ, എടപ്പറ്റ, ആഞ്ഞിലങ്ങാടി, എടത്തനാട്ടുകര, എപ്പിക്കാട് ഭാഗങ്ങളിലാണ് കൂടുതൽ കളവും നടത്തിയിട്ടുള്ളതെങ്കിലും കുറച്ചു ദിവസങ്ങളിലായി പുത്തനഴിയിലും ഇരിങ്ങാട്ടേരിയിലും കള്ളന്മാർ എത്തിപ്പെട്ടിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ കളവ് സംഘങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ളത്. ചില ഏജൻസികൾ മുഖേനയാണ് പേരുകേട്ട കളവുകൾ നടത്തിയ കള്ളന്മാരെ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. ഒരേ സമയത്ത് പല വീടുകളിലും സ്വർണമാലകൾ ധരിച്ച സ്ത്രീകളെ ലക്ഷ്യം വെച്ച് കളവുകൾ നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലായിരുന്നു കൂടുതൽ കളവ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ പകലും രാത്രിയും വ്യത്യാസമില്ലാതെ കള്ളന്മാരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുത്തനഴിയിലെ വേളിപ്പാടത്ത് പകൽ 2 മണിക്ക് എടപ്പറ്റ രാജുവിന്റെ വീട്ടിൽ കയറി 15,000 രൂപ മോഷ്ടിച്ചിരുന്നു. ഇതേ ദിവസം വൈകിട്ട് 6 മണിയോടെ ചേലേങ്കര ഷൌക്കത്തിന്റെ മകളായ തസ്നിയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണമാല പൊട്ടിക്കുവാനുള്ള ശ്രമവും നടത്തി. ബഹളം കേട്ട് ആളുകൾ കൂടിയപ്പോൾ കള്ളന്മാർ സ്ഥലം വിട്ടിരുന്നു. എടപ്പറ്റ രാജുവിന്റെ വീട് ലോക്ക് ചെയ്യാതെ അടുത്തുള്ള തറവാട് വീട്ടിൽ പോയതായിരുന്നു വീട്ടിലുള്ളവർ. ഈ സമയത്താണ് കള്ളൻ അകത്ത് കടന്നത്. അലമാരയിലുണ്ടായിരുന്ന പണമാണ് കൊള്ളയടിച്ചത്. എന്നാൽ 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ ഇതേ അലമാരയിൽ സാരിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്നു. അങ്ങിങ്ങായി സാരി വലിച്ചെറിഞ്ഞെങ്കിലും സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിട്ടില്ല. കരുവാരക്കുണ്ട് പോലീസിന് പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണം നടക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മലപ്പുറം പോലീസ് സൂപ്രണ്ടിന് പലതവണകളായി ഇവിടങ്ങളിൽ വ്യാപകമായ കളവുകൾ നടക്കുന്നതായി പരാതി നൽകിയിട്ടുണ്ട്. കള്ളന്മാരെ നേരിട്ട് പിടിക്കാൻ പല ഭാഗത്തും ജനകീയ കമ്മിറ്റികളും രൂപവൽക്കരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മേലാറ്റൂർ ഭാഗത്തു നിന്നും 2 ആളെ സംശയാസ്പദമായി ജനകീയ കമ്മിറ്റി പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. പെട്ടെന്നുള്ള ആക്രമണം നടത്തി കാര്യം നടത്തുകയായിരുന്നു കള്ളന്മാർ ചെയ്യുന്നത്. ഇത്തരം അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുകയാണ് നാട്ടുകാർ. പോലീസ് രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ കാവലേർപ്പെടുത്തി കളവ് നടത്തുന്നവരെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്നാണ് ജനകീയ കമ്മിറ്റികൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ മൊടവണ്ണക്കടവിൽ തൂക്കുപാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ജില്ലാ കളക്ടറും സ്ഥലം MLAയും സന്ദർശിച്ചു. സർക്കാർ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാല നിർമ്മാണം നടത്തുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ജില്ലാ കളക്ടർ MC മോഹൻദാസും സ്ഥലം MLA PK ബഷീറും മൊടവണ്ണക്കടവിൽ സന്ദർശനം നടത്തിയത്. മൊടവണ്ണക്കടവിൽ തൂക്കുപാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് PK ബഷീർ സർക്കാരിന് സമർപ്പിച്ച പ്രൊജക്ട് പ്രകാരം 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുന്നത്. MLA സമർപ്പിച്ച പ്രൊജക്ടിന്റെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ഗവൺമെന്റ് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടർ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സന്ദർശിച്ചത്. സ്ഥലം അനുയോജ്യമാണോ? അതെല്ലാം ഇവർ എഞ്ചിനീയേഴ്സൊക്കെ വന്ന് നോക്കും. നമ്മൾ അല്ലാത്തൊരു സ്ഥിതിവിശേഷം ഇവിടെ കണ്ടില്ല. നമ്മൾ വന്ന് അവർ ഇന്ന് നോക്കിയതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ എഞ്ചിനീയേഴ്സ് വന്ന് നോക്കുന്നുണ്ട്. നമ്മൾ മമ്പാടും അതേപോലെ അരീക്കോട് പിന്നെ വാടിക്കടവൊക്കെ പാലുണ്ടാക്കുന്ന അവർ ഇന്ത്യൻ ഗവൺമെന്റ് ഏജൻസി അടുത്ത ആഴ്ച വരും. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ ഏജൻസിയായ കെല്ലിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. ഈ റിപ്പോർട്ട് കൂടി ഉൾപ്പെടുത്തി കലക്ടർ സർക്കാരിന് വിശദമായ പദ്ധതി സമർപ്പിക്കും. കലക്ടർക്കും MLAയ്ക്കുമൊപ്പം ജില്ലാ പ്രസിഡന്റ് MA റസാഖ്, ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ജോസഫ്, വൈസ് പ്രസിഡന്റ് നാലകത്ത് ഷമീം തുടങ്ങിയ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. കരുവാരക്കുണ്ട് കേരള വില്ലേജ് ഓഫീസിൽ മതിയായ ജീവനക്കാരില്ല. ഇതുമൂലം വില്ലേജ് പരിധിയിലെ ആളുകൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. നിലവിൽ ചട്ടപ്രകാരം 6 അധികൃതരാണ് ഓരോ വില്ലേജിനകത്തും ജോലി ചെയ്യേണ്ടത്. ഇതിനു പുറമെ വില്ലേജ് ഓഫീസർ വേറെയും ഉണ്ടാവണം. എന്നാൽ ഒരു സ്റ്റാഫും ഒരു വില്ലേജ് മാനും മാത്രമാണ് കേരള വില്ലേജ് ഓഫീസിൽ ഇന്നുള്ളത്. നിലവിലുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ കാളികാവിലേക്ക് സ്ഥലം മാറിപ്പോയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഇവിടെ ചാർജ് ഏൽപ്പിച്ചിട്ടുള്ളത്. 2 മണിക്ക് ശേഷം എത്തുന്ന ഓഫീസർക്ക് കാര്യമായ ഒരു പ്രവൃത്തിയും പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. നിലവിലുള്ള 2 ആൾക്ക് പിടിപ്പത് ജോലിയുമുണ്ട്. ആവശ്യമായ പല രേഖകളും സമയബന്ധിതമായി നൽകുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് ഇവിടെയുള്ളത്. തസ്തിക ഒഴിവ് പല തവണ തഹസീൽദാർക്ക് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും നടപടി ഇതുവരെയായും ഉണ്ടായിട്ടില്ല. കൈവശ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നീ ആവശ്യമായ രേഖകൾ പോലും വില്ലേജിൽ നിന്നും കിട്ടാതെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വളരെ പ്രയാസമനുഭവിക്കുകയാണ് വില്ലേജ് പരിധിയിലെ ആളുകൾ. കേരള വില്ലേജിലെ ശോചനീയാവസ്ഥയിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഏതെങ്കിലും ആവശ്യരേഖകൾക്കായി എത്തുന്നവർക്ക് വില്ലേജ് ഓഫീസറുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ 2 മണിക്ക് ശേഷം വന്ന് ഒപ്പുവയ്ക്കുന്നതുവരെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ്. നിലമ്പൂർ സബ് ജില്ലാ കലോത്സവം 4 ദിവസം പിന്നിട്ടു. വേദികൾ ഇന്ന് നൃത്ത മത്സരങ്ങളാൽ സജീവമായി.
മുതുകാട് ഭാരത് മാതാ AUP സ്കൂളിൽ നടന്നുവരുന്ന ഉപജില്ലാ കലോത്സവം 4ാം ദിവസം പിന്നിട്ടപ്പോൾ വേദികൾ ഇന്ന് നൃത്ത മത്സരങ്ങളാൽ സജീവമായി. പ്രധാന വേദിയായ 1ാം വേദിയിൽ ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, ഭരതനാട്യം, കേരള നടനം എന്നിവയാണ് നടന്നത്. വേദി 2ൽ മോഹിനിയാട്ടം, തിരുവാതിരക്കളി, കുച്ചിപ്പുടി എന്നിവയും നടന്നു. 3ാം വേദിയിൽ ദഫ്മുട്ട്, മാർഗംകളി, പരിചമുട്ട്, പൂരക്കളി, അരമനമുട്ട്, കോൽക്കളി എന്നിവയും നടന്നു. 4, 5, 6, 7, 8 വേദികളിൽ മിമിക്രി, ശാസ്ത്രീയ സംഗീതം, മൂകാഭിനയം, നാടകം, ദേശഭക്തിഗാനം, മാപ്പിളപ്പാട്ട്, പദ്യം ചൊല്ലൽ എന്നിവ നടന്നു. പരിപാടികൾ ആരംഭിച്ചുവെങ്കിലും കൂടുതലും നൃത്ത മത്സരങ്ങളായതിനാൽ രാത്രി ഏറെ വൈകിയാണ് പരിപാടികൾ അവസാനിച്ചത്. കലോത്സവ നഗരിയിൽ കാണികളുടെ എണ്ണത്തിലും ഇന്ന് വർധനവുണ്ടായി. 1, 2, 3 വേദികൾക്ക് മുൻപിലാണ് കൂടുതൽ ആസ്വാദകർ എത്തിയത്. സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് നടത്തി. പന്നിക്കോട്ടുമുണ്ട മദ്രസയിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ KT മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പന്നിക്കോട്ടുമുണ്ട യുവതാര സാംസ്കാരിക വേദിയുടെയും പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പന്നിക്കോട്ടുമുണ്ട മദ്രസയിൽ നടന്ന ക്യാമ്പിന് ഉമേർ അധ്യക്ഷത വഹിച്ചു. KT മുജീബ് സ്വാഗതവും ജംഷീർ നന്ദിയും പറഞ്ഞു. രാവിലെ 9 മണി മുതൽ 2 മണിവരെ നടന്ന ക്യാമ്പിൽ ഡോക്ടർമാരായ ജേക്കബ്, ബഷീർ എന്നിവർ രോഗികളെ ചികിത്സിച്ചു. ക്യാമ്പിൽ 10ഓളം പേരെ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കും. ക്യാമ്പിൽ 150ഓളം ആളുകൾ പങ്കെടുത്തു. ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം ജലവിഭവ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന ജലായനം പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല ജലവിചാര സംഗമം നടത്തുന്നു. ഈ മാസം 19-ന് മലപ്പുറം ജില്ലയിലാണ് പ്രഥമ സംഗമം. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം, സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെന്റ് യൂണിറ്റ്, യൂണിസെഫ് എന്നിവയുമായി ചേർന്ന് നടത്തുന്ന ജലായനം പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ജലവിചാര സംഗമം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 45,000 കുടിവെള്ള സാമ്പിളുകളാണ് ഇതിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നത്. കുടിവെള്ളത്തിന്റെ ശുദ്ധത, ഭൂജല പരിപോഷണം, മലവെള്ള സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം, വാട്ടർ ഓഡിറ്റ് തുടങ്ങിയ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യം. ഇതിനായി വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തുന്ന വോളണ്ടിയർമാർ കുടിവെള്ള വിശകലന രേഖകളും തയ്യാറാക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇതിന്റെ ഭാഗമായി റാലികളും നടക്കും. 19-ന് മലപ്പുറം ജില്ലയിലെ സംസ്ഥാനത്തെ ആദ്യ ജലവിചാര സംഗമവും നടക്കും. 19-ന് മലപ്പുറം സെന്റ് അമ്മാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ജനപ്രതിനിധികൾ, മന്ത്രിമാർ, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ, NSS സംസ്ഥാന കോർഡിനേറ്റർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മൂത്തേടം പഞ്ചായത്തിലെ പുതിയ അക്ഷയ സെന്റർ ജനസേവന കേന്ദ്രം കാരപ്പുറം മേലെ അങ്ങാടിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സെന്ററിന്റെ ഉദ്ഘാടനം മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് P. ഉസ്മാൻ നിർവഹിച്ചു. ബിൽ പേയ്മെന്റ്, റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ, പാസ്പോർട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഓൺലൈൻ PSC ആപ്ലിക്കേഷൻ തുടങ്ങിയ സൌകര്യങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ ലഭ്യമാണ്. മികച്ച പ്രവർത്തനം നടത്തുന്ന യൂത്ത് ക്ലബ്ബുകളെ മെന്റർ യൂത്ത് ക്ലബ്ബുകളാക്കി ഉയർത്തുന്നതിന് നെഹ്റു യുവകേന്ദ്ര നവംബർ 26 വരെ അപേക്ഷ സ്വീകരിക്കും. ഓരോ ബ്ലോക്കിലെയും യൂത്ത് ക്ലബ്ബുകളുടെ ഏകോപനവും മാർഗനിർദ്ദേശവും മെന്റർ യൂത്ത് ക്ലബ്ബുകൾ നൽകും. കഴിഞ്ഞ 3 വർഷങ്ങളിൽ സംഘടന വിവിധ മേഖലകളിൽ സംഘടിപ്പിച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഓരോ ബ്ലോക്കുകളിലെയും ക്ലബ്ബുകളെ തെരഞ്ഞെടുക്കുന്നത്. ക്ലബ്ബുകൾക്ക് 10,000 രൂപ ഗ്രാന്റായി നൽകും. അപേക്ഷകൾ സിവിൽ സ്റ്റേഷനിലുള്ള നെഹ്റു യുവ കേന്ദ്ര ഓഫീസിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0483 273 4848. ജില്ലയിൽ പലവ്യഞ്ജനം, പച്ചക്കറി വ്യാപാരങ്ങളുടെയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് പ്രതിനിധികളുടെയും യോഗം ADMന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പൊതുവിപണിയിൽ ആവശ്യ സാധനങ്ങളുടെയും പച്ചക്കറികളുടെയും വില പ്രദർശിപ്പിക്കണമെന്നും എല്ലാ ഹോട്ടലുകളും ഭക്ഷ്യവസ്തുക്കളുടെ വില പ്രദർശിപ്പിക്കണമെന്നും ADM AK ആന്റണി നിർദ്ദേശിച്ചു. പ്രതീക്ഷാ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും പരസ്പരം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന രക്ഷാകർതൃ സംഗമങ്ങൾ നവംബർ 21-ന് ആരംഭിക്കും. വിവരശേഖരണത്തിലൂടെ മുൻപ് തെരഞ്ഞെടുത്ത പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി നടത്തുന്ന പരിപാടിക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ നേതൃത്വം നൽകും.
ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ അടിയന്തര യോഗം നവംബർ 19 രാവിലെ 11 മണിക്ക് ജില്ലാ പഞ്ചായത്ത് സമ്മേളന ഹാളിൽ നടക്കും. എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന പട്ടികജാതി ഉദ്യോഗാർത്ഥികൾക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് 15 ദിവസത്തെ സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഹയർ സെക്കൻഡറി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ബിരുദധാരികൾക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ജാതി, വരുമാനം, BPL തെളിയിക്കുന്ന രേഖ എന്നിവ ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. അപേക്ഷ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ, ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, സിവിൽ സ്റ്റേഷൻ PO, മലപ്പുറം 676-505 എന്ന വിലാസത്തിൽ ഡിസംബർ 9 നൽകേണ്ടതാണ്. ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയിൽ വർദ്ധിപ്പിച്ച പ്രീമിയം നവംബർ മാസത്തെ ശമ്പളത്തിൽ കിഴിവ് നടത്തണമെന്ന് ജില്ലാ ഇൻഷുറൻസ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവകലാശാല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലൂടെ ജീവനക്കാർക്ക് വ്യവസ്ഥ ബാധകമാണ്. ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നവംബറിലെ ശമ്പളത്തിൽ കിഴിവ് ചെയ്യാൻ സാധിക്കാത്ത പക്ഷം പ്രീമിയം തുക ഡിസംബർ മാസത്തിലെ ശമ്പളത്തിൽ നിന്നും കിഴിവ് നടത്തി ഡിസംബർ 31 ട്രഷറിയിൽ അടയ്ക്കണം. ബിസിനസ് വാർത്ത. നിലമ്പൂർ ചോയ്സ് വെഡിംഗ് സെന്റർ സ്വർണോത്സവ് നറുക്കെടുപ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിനോദ് P. മേനോൻ നിർവഹിച്ചു. നറുക്കെടുപ്പ് വിജയി മോഹനൻ KK കണ്ണഞ്ചേരി ഹൌസ് കാരാട് കഴിഞ്ഞ ആഴ്ച വിജയിയായ നിഫ്സിൽ മുഹമ്മദ് KTക്ക് സ്വർണ്ണ നാണയം കൈമാറി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 2675 രൂപ, പവന് 21,400 രൂപ, വെള്ളി ഗ്രാമിന് 58 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF ഭരണം നടത്തുന്ന മൂത്തേടം പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി. മാർച്ച് കോൺഗ്രസ് പ്രസിഡന്റ് P. ഉസ്മാന്റെ രാജി ആവശ്യപ്പെട്ട്. ലീഗ് അവിശ്വാസ പ്രമേയത്താൽ പുറത്താക്കട്ടെ എന്ന് പ്രസിഡന്റിന്റെ വെല്ലുവിളി. വ്രതപുണ്യങ്ങളുടെ നാളുകൾക്ക് തുടക്കം. ശരണമന്ത്രധ്വനികളുമായി ഈശ്വര ദർശനം കാംക്ഷിച്ച് മലചവിട്ടുന്ന ഭക്തർക്ക് ദർശന പുണ്യമൊരുങ്ങി. ചാലിയാർ മൊടവണ്ണക്കടവിന് തൂക്കുപാലം. MLAയും ജില്ലാ കളക്ടറും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. പദ്ധതി 100 ദിന കർമ്മ പദ്ധതിയിൽ. നിലമ്പൂർ സബ് ജില്ലാ കലോത്സവം 4 ദിവസം പിന്നിട്ടു. വേദികൾ നൃത്ത മത്സരങ്ങളാൽ സജീവം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.